എത്ര? 500? 1000? എത്ര? ഒരു ദിവസം ആവറേജ് 1000, 2000. ഓക്കെ, ഒരു മാക്സിമം 2000 രൂപയുടെ വരുമാനമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഒരു മില്യണറിന്റെ ഓട്ടോ ലൈഫിന്റെ കഥയാണ്. ഒരു ഓട്ടോക്കാരൻ മില്യണറായ കഥയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യുന്ന കഥ ഭയങ്കര രസമാണ്. ഈ മനുഷ്യൻ മുംബൈയില് US കോൺസുലേറ്റിന്റെ അടുത്തൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഒരു സാധാരണ ഓട്ടോ തൊഴിലാളിയാണ്. ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ സ്ഥിരം നടക്കുന്ന ഒരു പ്രക്രിയ ഈ മനുഷ്യൻ കാണാണ്. അതായത് എന്നും വളരെ ദൂരത്തു നിന്നൊക്കെ ഈ US കോൺസുലേറ്റിലേക്ക് വിസ പർപ്പസിന് വേണ്ടി ആളുകൾ വരും. ഈ വരുന്ന സമയത്താണ് ഇവർ തിരിച്ചറിയും ബാഗൊന്നും ഈ കോൺസുലേറ്റിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അയൺ, മെറ്റൽ ഇതൊന്നും അവരകത്ത് കടത്തില്ല. പലരും ഈ US കോൺസുലേറ്റിലേക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ വലിയ ദൂരത്ത് നിന്നൊക്കെ. അപ്പൊ ബാഗ് എന്തായാലും ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ഡയറക്റ്റൊക്കെ വരുന്നവരുണ്ടാവും. അപ്പൊ പിന്നെ ഹോട്ടലിലൊന്നും പോകാതെ നേരെ വരും. ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് എന്താ ബാഗ് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരൊക്കെ ഇങ്ങനെ നിസ്സഹായരായി ഇങ്ങനെ മടങ്ങിപ്പോകും. ഇതൊക്കെ അവിടെ നിന്ന് എല്ലാവരും കാണുന്ന ഡെയിലി നടക്കുന്ന സംഭവം. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഇത് കണ്ടപ്പോ ചെറിയൊരു ഇടങ്ങേറ് തോന്നി. കാര്യം ഇതൊരു പ്രശ്നമല്ലേ, മനുഷ്യരൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ട് പോവാം. അപ്പൊ ഈ മനുഷ്യൻ ഇത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒന്നും അല്ല കണ്ടത് കേട്ടത്, ഹൃദയം കൊണ്ട് ഇതൊന്നും കാണാം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന കാഴ്ചയും കേൾവിയും ഹൃദയം തന്നു. ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ടും കൂടെ കാണാനും കേൾക്കാനൊന്നും പറ്റും. ഈ മനുഷ്യന് ഹൃദയം കൊണ്ട് ഇതൊന്നും കാണാം. ഈ മനുഷ്യൻ ചെന്നിട്ട് ഒരാളിങ്ങനെ മടങ്ങിപ്പോയപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ വേഗത്തെ വിഷയം ഇത്, നിങ്ങളൊന്ന് ഹോട്ടലിൽ പോയി